അനശ്വര നടൻ ജയനെ കുറിച്ച് നടി മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മല്ലികയുടെ ഭർത്താവും അന്തരിച്ച നടനുമായ സുകുമാരനൊപ്പം ജയൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. വ്യക്തി ജീവിതത്തിലും ഇരുവരും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ജയൻ വിവാഹം കഴിക്കാനുള്ള മുന്നൊരുക്കത്തിലാണെന്ന് തന്നോട് പറഞ്ഞിരുന്നതാണെന്ന് നടി പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇത് വ്യക്തമാക്കിയത്. അതേപറ്റി മല്ലികയുടെ വാക്കുകൾ ഇങ്ങനെ: നടൻ ജയനും സുകുവേട്ടനും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അവർ എപ്പോഴും സംസാരിക്കുമായിരുന്നു. മരിക്കുന്നതിന് 3 ദിവസം മുൻപാണ് അവസാനമായി ഞാൻ ജയനെ കാണുന്നത്. കോളിളക്കത്തിന്റെ ക്ലൈമാക്സിൽ ഇവർ രണ്ടുപേരും വേണം. ജയൻ സുകുവേട്ടനെ വിളിച്ചിട്ട് ഒരേ ട്രെയിനിൽ പോകാമെന്നും 2 ദിവസത്തെ ഷൂട്ടിംഗേ ഉണ്ടാവുമെന്നും എന്നിട്ട് തിരികെ പോകാമെന്നും പറഞ്ഞു. ഇടിമുഴക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് സുകുവേട്ടനും താനും പോയിരുന്നു. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് ജയനും താമസിക്കുന്നത്. മല്ലികയൊക്കെ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതോടെ ജയൻ തങ്ങളെ കാണാനായി വന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും ജയൻ വന്നത് സഫാരി സ്യൂട്ടൊക്കെ ധരിച്ചായിരുന്നു. വന്ന ഉടനെ അന്ന് കുഞ്ഞായിരുന്ന ഇന്ദ്രജിത്തിനെ ജയൻ എടുത്തു. പെട്ടെന്ന് തന്നെ അവൻ അദ്ദേഹത്തിന്റെ ദേഹത്ത് മൂത്രമൊഴിച്ചു കൊടുത്തു. നീ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വന്നിട്ട് കുഞ്ഞിന് പോലും ഇഷ്ടപ്പെടുന്നില്ല, അതാണ് അവൻ മൂത്രമൊഴിച്ചതെന്ന് പറഞ്ഞ് സുകുവേട്ടൻ അന്ന് കളിയാക്കുകയും ചെയ്തു. ഇതിനുശേഷം തനിക്കൊരു വിശേഷം പറയാനുണ്ട് എന്നും ജനുവരിയിൽ മിക്കവാറും തന്റെ വിവാഹം കാണുമെന്നും 3 ദിവസം മുൻപേ അങ്ങോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇങ്ങനെ മസിൽ കാണിച്ച് നടന്നിട്ട് കാര്യമില്ല എന്നും ഇനിയൊരു വിവാഹമൊക്കെ കഴിക്കണമെന്നും പുള്ളി പറഞ്ഞപ്പോൾ ഞങ്ങളും അത് ശരിയാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞു. അന്ന് ജയൻ കെട്ടാനിരുന്ന കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. സുകുവേട്ടൻ മരിക്കുന്നത് വരെ തങ്ങൾ അതിനെപ്പറ്റി പറയുമായിരുന്നുവെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു. അങ്ങനെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോയതിന്റെ പിറ്റേന്ന് കേൾക്കുന്നത് ജയന്റെ വിയോഗ വാർത്തയാണ്. അന്ന് അപകടം നടക്കുന്നതിന് മുൻപ് ബൈക്കിൽ ഇരുവരും ഒരുമിച്ചുള്ള സീനുണ്ട്. ഹെലികോപ്റ്ററിൽ പിടുത്തം കിട്ടിയാൽ അതൊരു വശത്തേക്ക് ചരിയാൻ സാധ്യതയുണ്ട് എന്നും ചിലപ്പോൾ നിന്റെ തലയിൽ ഇടിക്കുമെന്നും അതുകൊണ്ട് താൻ പിടിച്ച ഉടനെ നീ മുന്നോട്ട് പോകണമെന്നും സുകുമാരനോട് ജയൻ പറഞ്ഞിരുന്നു. അങ്ങനെ സുകുമാരൻ ഒരു 100 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ തന്നെ വലിയൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ എന്തൊക്കെയോ കത്തുന്നുണ്ട്. ജയന്റെ ജീവിത രീതിയും ആരോഗ്യമൊക്കെ കൊണ്ടാവും പൈപ്പ് പൊട്ടിയതുപോലെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടെങ്കിലും അപകടമുണ്ടായ ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. പക്ഷേ മുഖത്തിന്റെ നിറമൊക്കെ മാറി വരാൻ തുടങ്ങി. അങ്ങനെ വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനകം പുള്ളി പോയി കഴിഞ്ഞിരുന്നുവെന്നാണ് മല്ലിക സുകുമാരൻ വ്യക്തമാക്കിയത്. മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായി ജ്വലിച്ചു നിന്ന ഇതിഹാസ നടൻ ജയന്റെ വിയോഗം മലയാള സിനിമ വലിയ ഞെട്ടലോടെയാണ് കേട്ടത്. വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല മലയാളത്തിൽ എന്ന് തന്നെ പറയാം. ആക്ഷൻ ഹീറോ കഥാപാത്രങ്ങളുടെ തുടക്കം ജയനിലൂടെയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബെൽബോട്ടം പാന്റും കൂളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും അംഗചലനങ്ങളും മലയാളക്കരയിൽ ഇന്നും പല വിധത്തിൽ ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.